ഹൈദരുടെ താവളമൊക്കെ നിനക്ക് പരിചയം? അറിയാം, പക്ഷേ അവിടെ ഒന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയം നിന്റെ വിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയും? ആ, അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സംശയിക്കണ്ട, ഇന്ത്യ ഒട്ടേക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിൽ 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദർ ചിലവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണത്തിൽ തന്നെ ഇവർ മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാരുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? അറിയാം, ജനങ്ങളുടെ വിവരക്കേട് കൊണ്ടൊരു MLA 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാന ചെയ്യുന്ന എന്റെ ഡ്രൈവർ, അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവപ്പുകാരന്റെ സഹായി തേക്കുട്ടി, അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയുന്ന ഒരു
പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല ഇതിനു വേണ്ടി ചെലവാക്കുക. പിടികിട്ട പുള്ളിയെ പോലീസ് സംഘം എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുക്കുന്നു. ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. നരസിംഹൻ, നരസിംഹൻ, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്തിരാലും. പക്ഷെ എന്ത് ചെയ്യണം? അന്ന് വിളിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിന് വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കൊടുത്ത അപ്പീലുകളും ഹൈദർ പ്രസിഡന്റിന് വേണ്ടിയ ദയാഹർജിയും തള്ളിക്കിട്ടാൻ നീണ്ട 3 വർഷം. ഇതിനിടയ്ക്ക് എന്റെ പേര് എക്സൈസ് സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അറിയാമായിരുന്ന മാരാർ സാറ് എന്റെ സ്വയരക്ഷ കൂടി കണക്കിലെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ എന്നെ കൂടി. മനുഷ്യ സേവനം കഴിഞ്ഞിട്ടാകാം ഈശ്വര സേവനമെന്ന് ഞാനും വേരും നെറിവുള്ളവർക്ക് ഈ തൊഴിലിൽ ചേരില്ല എന്നും കേമൻ ഇപ്പൊ തോന്നുന്നു. ഉപരാഷ്ട്രപതി മരിച്ച ദുഃഖമൊക്കെ തീർന്നു. മറ്റന്നാൾ രാവിലെ ഹൈദരുടെ ശിക്ഷ നടപ്പാക്കാൻ ഓർഡറായിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കിയാൽ അന്ന് ഞാൻ എന്റെ യൂണിഫോം ഊരി വയ്ക്കും. 1 വർഷം കൂടി സർവീസിൽ ബാക്കിയുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് മതിയായി. ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. മോന്റെ ചിതാപുഷ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാശിയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം. മുതലാളി എവിടെ? കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി എന്റെ വെക്കടോ പിടി. കമോൺ മുതലാളി, ഷൂട്ട് ചെയ്യാൻ. മുതലാളി എന്താ ഇതിലെടുക്ക. എനിക്കൊന്നുമില്ല. എല്ലാരും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. വെടിയേറ്റുന്നോ? ധൈര്യം. അതെ സാർ, പേടിക്കാനൊന്നുമില്ല. ഡ്യൂട്ടി ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തപ്പോ 10 മിനിറ്റ് നേരത്തെ ഒരു മൈനർ ഓപ്പറേഷൻ മതി എന്നാ പറഞ്ഞു. ഒന്നും പേടിക്കണ്ട. എവറിത്തിങ് റെഡി? യെസ് ഡോക്ടർ. അനസ്തേഷ്യ കൊടുക്കൂ. യെസ് ഡോക്ടർ. ഡോക്ടർ, എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? പേടിക്കാനൊന്നുമില്ല. വെരി മൈനർ ഓപ്പറേഷൻ. എന്നിട്ട് പറ്റിയാൽ മതി. ഒരാഴ്ചക്കുള്ളിൽ മുറിവ് ഉണങ്ങുകയും ചെയ്യും. പുറത്തു പോകാൻ പറയാ. ഓക്കെ ഡോക്ടർ. എന്താ ഓപ്പറേഷൻ? താനെ മുറിച്ചു കളയാൻ? എന്തായി പറയുന്നു? മുറിച്ചു കളയാൻ എത്ര വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി.